നമസ്കാരം. പ്രശാന്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. വെപ്പണൈസ്ഡ് ഇൻകോമ്പീറ്റൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻകോമ്പീറ്റൻസ് എന്നൊരു പ്രയോഗം സൈക്കോളജിയിലുണ്ട്. ചില മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടല്ലോ, കഴിവില്ലായ്മകളുടെ ഒരു കൂമ്പാരം തന്നെ ചുറ്റും ഇങ്ങനെ പേര് നടക്കുന്ന ചില മനുഷ്യർ. ചില ആണുങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ അറിയില്ല. അതിലെ സമയം ക്രമീകരിച്ച് തുണിയിട്ട് ഡിറ്റർജന്റ് ഒഴിച്ച് എങ്ങനെ തുണി അലക്കണം എന്നവർക്കറിയില്ല. ചില സ്ത്രീകൾക്ക് ബാങ്കിൽ ചെന്ന് ചെക്ക് കൊടുത്ത് കാശ് മാറിയെടുക്കാൻ അറിയില്ല. ചില സ്ത്രീകൾക്ക് ഊബർ ബുക്ക് ചെയ്യാൻ അറിയില്ല. ചില പുരുഷന്മാർക്ക് വാട്സാപ്പോ ഫേസ്ബുക്കോ ഒന്നും തന്നെ അറിയില്ല. ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പോലും അറിയില്ല. ഇങ്ങനെ കഴിവില്ലായ്മകൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻകോമ്പീറ്റന്റ് ആണ് നമ്മളെന്ന് കാണിക്കുകയാണ്. അഥവാ കഴിവില്ലായ്മയെ പലരും ആയുധമാക്കുകയാണ്. ആയുധമാക്കപ്പെടുന്ന കഴിവില്ലായ്മ ഇത് ദാമ്പത്യത്തിലുണ്ട്, തൊഴിലിടങ്ങളിലുണ്ട്. തൊഴിലിടങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവിടെ വരുന്ന ഡിവിഷൻ ഓഫ് ലേബറിൽ വരുന്ന അസന്തുലിതാവസ്ഥയാണ് വരുന്നത്. ഒരാളുടെ മേൽ ഒരുപാട് ജോലി ഭാരം വരുന്ന ഒരവസ്ഥ. ദാമ്പത്യത്തിൽ ഇത് ഏറെക്കുറെ പറഞ്ഞു തീർക്കാം. പരസ്പര ആശയവിനിമയം തുടക്കത്തിൽ തന്നെ വരുത്തുകയും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും കഴിയും. ഒരുപാട് കാരണങ്ങൾ ഈ വെപ്പണൈസ്ഡ് ഇൻകോമ്പീറ്റൻസിനുണ്ട്. ഒന്ന്, കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. കുട്ടിക്കാലത്തെ ഉണ്ടാകുന്ന ചില ട്രോമ, അങ്ങനെയുള്ള ചില കാരണങ്ങളുണ്ടാവാം. മറ്റൊന്ന് ഭയം തന്നെയാണ്, ചെയ്യാനുള്ള ഭയം. പിന്നെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു രീതി. ഇങ്ങനെ പല പല കാരണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ വെപ്പണൈസ്ഡ് ഇൻകോമ്പീറ്റൻസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ദയവായി ആരും കഴിവില്ലായ്മയെ ആയുധമാക്കരുത്. കുറച്ചു മുമ്പ് ഒരു 50കളിലുള്ള ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ ഭർത്താവിന് ചോറ് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പോലും അറിയില്ല. ഇനി കഴിക്കാൻ പറഞ്ഞാൽ പ്ലേറ്റ് എവിടെ, എത്ര ചോറ് എടുക്കണമെന്നാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ അവർക്ക് ബാങ്കിൽ പോയി ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ അറിയില്ല. അതാണ് സ്ഥിതി. സെക്സ് ആണെങ്കിൽ അവർ മുൻകൈ എടുത്താൽ നടക്കുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർക്കത് ബോധ്യപ്പെടുകയും വേണം. അങ്ങനെ മാത്രമേ ഈ ഒരു സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആരും തന്നെ കഴിവില്ലായ്മയെ ആയുധമാക്കാൻ ശ്രമിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നിറയട്ടെ. പോസിറ്റിവിറ്റി എമ്പാടും.